ഇത് പറഞ്ഞിട്ട് എന്തു ദുആ ചെയ്താലും ഉറപ്പായിട്ടും സ്വീകരിക്കപ്പെടും. ഒരു ദിക്റിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണിത്. എൻ്റെ ഒരു ഷെയ്ഖ് പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ ഈ അമലിനെ കുറിച്ച് കേട്ട് പ്രാവർത്തികമാക്കിയ 200ഓളം പേർ അവരുടെ ദുആക്ക് ഉത്തരം ലഭിച്ചതായിട്ട് അനുഭവം പറഞ്ഞിട്ടുണ്ട്. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, മൻ തആറ മിനൽ ലൈൽ, ആരെങ്കിലും രാത്രിയിൽ നിന്ന് നെറ്റി എഴുന്നേറ്റ് പിന്നീട് ഇപ്രകാരം പറഞ്ഞാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ അൽഹംദുലില്ലാഹ് വസുബ്ഹാനല്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതിനുശേഷം ഒന്നുകിൽ അവൻ അല്ലാഹു മഗ്ഫിർലി, അല്ലാഹു എനിക്ക് പുറത്തു തരണേ എന്ന് പറഞ്ഞു, അതല്ലെങ്കിൽ അവൻ ദുആ ചെയ്താൽ ഉസ്തുജീബ ലഹു, അവൻ്റെ ദുആക്ക് എന്തായാലും ഉത്തരം നൽകപ്പെടുന്ന. ഇനി അവൻ അതിനുശേഷം വുളൂ ചെയ്ത് 2 റക്അത്ത് നമസ്കരിച്ചാൽ ആ നമസ്കാരവും ഉറപ്പായിട്ട് സ്വീകരിക്കപ്പെടുന്ന. ദുആ സ്വീകരിക്കാൻ വേണ്ടി നമസ്കരിക്കണമെന്നില്ല, മറിച്ച് ആ ചെറിയ ദിക്ർ പറഞ്ഞിട്ട് ദുആ ചെയ്താൽ തന്നെ എന്തായാലും ഉത്തരം ലഭിക്കും. നമുക്കൊക്കെ പഠിക്കാൻ എളുപ്പമുള്ള ചെറിയൊരു ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ അൽഹംദുലില്ലാഹ് വസുബ്ഹാനല്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നമുക്കിനി എന്തെങ്കിലുമൊക്കെ വലിയ വലിയ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ, അതല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളിൽ നമ്മൾ പെട്ട് കിടക്കുകയാണെങ്കിൽ, അതിനൊക്കെ അള്ളാഹുവിനോട് ദുആ ചെയ്ത് ഉത്തരം ലഭിക്കണമെന്ന് നാം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇനി മുതൽ രാത്രിയിൽ നെട്ടി എഴുന്നേൽക്കുമ്പോൾ ഈ ചെറിയ ദിക്ർ നമുക്ക് പറയാം. അതിനുശേഷം എന്ത് കാര്യം വേണമെങ്കിലും അള്ളാഹുവിനോട് നമുക്കും ചോദിക്കാം. ഇൻഷാ അള്ളാഹ്, അള്ളാഹു നമുക്ക് ഉത്തരം നൽകുക തന്നെ ചെയ്യും.